നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്നക്കനാൽ 301 ഭൂവിഷയങ്ങളും ഗോത്ര ജനത നേരിടുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തി. പട്ടയം റോഡ്, കുടിവെള്ളം, കരമടയ്ക്കുന്നതിനുള്ള പ്രതിസന്ധി, വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കളക്ടർ. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കാട്ടാന ആക്രമണം മൂലമെന്ന് സീതയുടെ മകൻ ഷാജിമോൻ. വ്യാജ റിപ്പോർട്ട് പുറത്തുവിട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം. അണക്കര ചെല്ലാർ കോവിലിന് സമീപം നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അണക്കര സ്വദേശികളായ അലൻ കെ ഷിബു, ഷാനറ്റ് ഷൈജു എന്നിവരാണ് മരിച്ചത്. വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഹരിയാന സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറും പാമ്പനാറിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്ത് മാറ്റിയതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. കൊന്നത്തടി 16-ാം കണ്ടം വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. വിശദമായ വാർത്തകൾ. ചിന്നക്കനാൽ 301 ഭൂവിഷയങ്ങളും ഗോത്ര ജനത നേരിടുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തി. പട്ടയം റോഡ്, കുടിവെള്ളം, കരമടയ്ക്കുന്നതിനുള്ള പ്രതിസന്ധി, വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കളക്ടർ വ്യക്തമാക്കി. 2002-2003 കാലഘട്ടത്തിൽ ഗോത്രജനതയെ 301 കുടിയിരുത്തിയ ശേഷം മേഖലയിൽ എത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വി വിഘ്നേശ്വരി IAS. വന്യമൃഗ ശല്യം അടക്കമുള്ള വിഷയങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നു. എന്നാൽ പോകാൻ മറ്റിടങ്ങളില്ലാത്ത 90ഓളം പേരാണ് കുടിയിലുള്ളത്. ഇതിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളത് 45 കുടുംബങ്ങളാണ്. സർക്കാർ വച്ചു നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഗതാഗത യോഗ്യമായ റോഡ്, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളുമില്ല. കാട്ടാന ആക്രമണമടക്കം പതിവായ മേഖലയിൽ വന്യമൃഗശല്യം കുറയ്ക്കാൻ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. ഗോത്രസമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത്. പട്ടയമടക്കമുള്ള വിഷയങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് സമയം ആവശ്യമാണെന്നും ഘട്ടം ഘട്ടമായി വിവിധ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്തിലേക്കുള്ള സ്ഥല പ്രശ്നങ്ങളുണ്ട്, വഴി പ്രശ്നമുണ്ട്, പിന്നെ വനമൃഗ ശല്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിനും ആൾക്കാർ വന്നു. ഇവരുടെ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ളതാണ്. കളക്ടർ ഇടപെട്ടതോടെ വലിയ പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറഞ്ഞു. സന്തോഷമായി. കാരണം ഇപ്പോൾ പുതിയ കളക്ടർ നല്ല കളക്ടറാണ്. പിന്നെ ഞങ്ങളുടെ വഴിയുടെ കാര്യം, അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എല്ലാവർക്കും ഇച്ചിരി ദുരിതത്തിലുള്ളതാണ്. 25 കിലോ അരിയെ കിട്ടുന്നുള്ളായിരുന്നു. അരിയും കൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല, അത് പറഞ്ഞു. പിന്നെ ഷോളാറ് വേലി, വഴി പ്രശ്നങ്ങൾ, പിന്നെ കര അടയ്ക്കുന്നത്. ഇവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് കര അടയ്ക്കുന്നുണ്ട്. അന്ന് ഈ കളക്ടർ പറഞ്ഞ കണക്ക് സ്ഥിര താമസമില്ലാത്തവർക്ക് കര അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ഏറ്റിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പട്ടയം കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർക്ക് സ്ഥലം കാണിച്ചു നൽകുന്നതിനും നിലവിൽ ഇവിടെ താമസിക്കുന്നവർക്ക് കരം അടയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്നതിനും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഗോത്രജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികളും ആലോചനയിൽ ഉണ്ട്. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കാട്ടാന ആക്രമണം മൂലമെന്ന് സീതയുടെ മകൻ ഷാജിമോൻ. തലനാരിഴയ്ക്കാണ് 4 ജീവനുകളും രക്ഷപ്പെട്ടത്. വ്യാജ റിപ്പോർട്ട് പുറത്തുവിട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ഷാജിമോൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 15 വർഷക്കാലമായി ഒന്നിച്ച് ജീവിച്ചു വന്നവരാണ് ബിനുവും സീതയും. ഒപ്പം ഇവരുടെ 9 മക്കളും. 7 മക്കൾ സീതയുടെ ആദ്യ വിവാഹത്തിലുള്ളതാണ്. ഇതിനുശേഷം ബിനു സീതയുമായുള്ള വിവാഹത്തിൽ 2 കുട്ടികളുമുണ്ട്. തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് കാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇത്തവണ ഒരാഴ്ചത്തെ ക്യാമ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്. 2 മക്കളും സീതയും ബിനുവും ഇവരുടെ നായയുമാണ് പോയത്. വഴിയിൽ മാങ്ങ പറിക്കുന്നതിന് വേണ്ടി മക്കൾ നിൽക്കുകയും സീത മുൻപും തൊട്ടുപുറകിലായി ബിനുവും പോയി. ഏകദേശം 100 മീറ്റർ വ്യത്യാസത്തിൽ നീങ്ങുമ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് കാട്ടാന സീതയെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് തലയ്ക്കടിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. ഇത് തടയുന്നതിനു വേണ്ടി ബിനു ചെല്ലുന്ന സമയത്ത് ബിനുവിനെയും ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചു. ഇവരുടെ തോളിൽ കിടന്ന ഭക്ഷ്യവസ്തുക്കൾ കാരണം വലിയ മുറിവുകൾ ബിനുവിന് ദേഹത്തുണ്ടായില്ല. ഈ സമയം ഒച്ചകെട്ട് ഷാജി എത്തി. ആനയുടെ ചുവട്ടിലായിരുന്നു അമ്മ കിടന്നിരുന്നത്. അച്ഛൻ ഈ സമയം ഇവിടെ നിന്നും 20 അടി മാറിയും. ആന അല്പം മാറിയപ്പോൾ ആനയുടെ പുറകിലോട് ചെന്ന താനാണ് അമ്മയെ കോരിയെടുത്തത്. ഈ സമയത്തൊക്കെ അമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു.
തുടർന്ന് ആളുകളെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണവാർത്ത അറിയുന്നത്. അപ്പോൾ ഈ പട്ടിലെ കരച്ചിൽ എളുപ്പം ഞാൻ കേട്ടപ്പോൾ ഞാൻ എളുപ്പം ചാടിപ്പോയി നോക്കുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു. അമ്മ ആനെ വയറ്റി കിടക്കുകയായിരുന്നു. എൻ്റെ പുറത്ത് കാണുന്ന സാധനമെല്ലാം ഈ എളുപ്പം വലിച്ചെറിഞ്ഞ് ഞാൻ ആനൻ്റെ വണ്ടി അടുക്കൂടെ നിരങ്ങിപ്പോയി അമ്മനെ എടുത്ത് അപ്പുറത്തെ വീണ്ടും വലിയ വരക്കെട്ടുണ്ട് ആ സൈഡിൽ കൊണ്ട് ഇരിപ്പിച്ച് എന്നെ മടി കിടപ്പിച്ചപ്പം വന്നപ്പോൾ തന്നെ ഫോൺ ഞാൻ എടുത്ത് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മീൻമുട്ടി തേരി വരാം. അത് ശരിക്കും കേൾക്കത്തില്ല സംസാരം, അത് ചെവി അടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ കേൾക്കുന്നത്. മീൻമുട്ടി തേരി വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനെ എളുപ്പം ഞാൻ കാറി വിളിച്ചു. അച്ഛൻ എളുപ്പം വരണം. അച്ഛൻ അടുത്ത് വന്ന് കഴിഞ്ഞ് പറഞ്ഞ് വെള്ളം വേണമെന്ന്. അച്ഛൻ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് എല്ലാം കുളിപ്പിച്ച് ഏകത്തെല്ലാം മുഖമെല്ലാം കഴുകിയിട്ട് ആ മുറിവ് ഇവിടെ ഉണ്ടായിരുന്നു. ആ മുറിവ് പതുക്കെ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞ് ഞാൻ എൻ്റെ തോർത്തുണ്ട് തലയിൽ കിട്ടുന്നത്. ആ തോർത്ത് വലിച്ച് കീറി തലയിൽ കിട്ടി. അത് കഴിഞ്ഞ് അനിയന്മാരെല്ലാം വന്ന് അവിടുന്ന് എന്നെ കൊണ്ടുപോയി നമ്മുടെ ബോധമെല്ലാം പോയായിരുന്നു. ആദ്യമായിട്ട് പിന്നെ വന്ന വഴിക്കെല്ലാം തെന്നി അമ്മനെയും കൊണ്ട് വീണായിരുന്നു. അച്ഛൻ വീഴാൻ പോയപ്പം അതും വീണിട്ടുണ്ട്. അച്ഛൻ വീണിട്ടുണ്ട്. നടന്നത് കൊലപാതകമാണ്. പക്ഷേ അച്ഛനല്ല, മറിച്ച് കാട്ടാനയാണ്. തെളിവെടുപ്പിനെത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആന ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു വ്യാജവാർത്തയ്ക്ക് റിപ്പോർട്ട് നൽകിയത് ഡോക്ടറാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും മകൻ ഷാജുമോൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ വരുന്നത് ഡോക്ടറിൻ്റെ പ്രശ്നമാണ് വരുന്നത്. അത് തിരുത്തണം. അച്ഛൻ മാത്രമല്ല, ഇതങ്ങനെ പാടില്ല. കണ്ണാരെ കാണാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. എന്താ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ വലിയൊരു ഇതായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഏൽപ്പിച്ച സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അണക്കര ചെല്ലാർകോവിലിന് സമീപം നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അണക്കര സ്വദേശികളായ അലൻ കെ ഷിബു, ഷാനറ്റ് ഷൈജു എന്നിവരാണ് മരിച്ചത്. തൊഴിലാളികളുമായി തമിഴ്നാടിന് പോവുകയായിരുന്ന ജീപ്പ് ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് ചെല്ലാർകോവിൽ ഗാന്ധിനഗറിന് സമീപം വാഹനാപകടം നടന്നത്. ചെല്ലാർകോവിൽ ഭാഗത്ത് ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് തൊഴിലാളികളുമായി കമ്പംമെട്ട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ജീപ്പ് എതിരെ വന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 പേർക്കും 17 വയസ്സായിരുന്നു. സുഹൃത്തുക്കളായ ഇരുവരും +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പുറ്റിയുടെ ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടൻമേട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു. അപകടത്തെ തുടർന്ന് പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. ഹരിയാന സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറും പാമ്പനാറിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. പാമ്പനാറിൽ നിന്നും വണ്ടിപ്പെരിയാർ സ്കൂളിലേക്ക് വരികയായിരുന്ന അധ്യാപിക സഞ്ചരിച്ചിരുന്ന കാറും കുമളിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ഹരിയാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം എത്തിയപ്പോൾ വളവ് തിരിക്കുന്നതിനിടെ സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി ഇന്നോവ കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. സംഭവത്തെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മഴ പെയ്ത് റോഡ് തെന്നിക്കിടക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്തു മാറ്റിയതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായതായി പരാതി. കൊന്നത്തടി 16-ാം കണ്ടം വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായത്. വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. വേണ്ടത്ര അകലം പാലിക്കാതെ സമീപത്തെ പുരയിടത്തിൽ മണ്ണിടിച്ചു മാറ്റിയതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമായത്. അയൽവാസി മണ്ണെടുത്തു തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർ ഉപ്പുതോട് വില്ലേജ് ഓഫീസിലും മറ്റു റവന്യൂ അധികൃതരെയും അറിയിച്ചിരുന്നു. ഇതുപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച 2 അടി അകലം പാലിച്ച് മണ്ണെടുക്കാൻ അനുമതി നൽകി. എന്നാൽ വില്ലേജ് ഓഫീസർ പോയ ശേഷം പല സ്ഥലങ്ങളിലായി കെട്ടിനോട് ചേർത്ത് മണ്ണെടുക്കുകയും കെട്ടിനുള്ളിലേക്ക് വളർന്നു കയറിയ മരത്തിന്റെ വേര് JCB ഉപയോഗിച്ച് പറിച്ചു മാറ്റുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സംരക്ഷണ ഭിത്തി നിലം പതിക്കുകയായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്തു. വില്ലേജ് ഓഫീസർ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇത് സ്ഥലം നോക്കിയിട്ട് അവരുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവര് കെട്ടിത്തരുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പം ഇതിലൊന്നും തീരുമാനമാവാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി. താലൂക്ക് ഓഫീസിൽ നിന്ന് അതുപോലെ ഞാൻ കളക്ടറേറ്റിലും പോയി. കളക്ടറേറ്റിൽ നിന്ന് ഇതെല്ലാം അവർ കെട്ടിത്തരാൻ അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാമെന്നെല്ലാം പറഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ ഫ്രണ്ട് വശത്തെ ഇത് മൊത്തം താഴത്തോട്ട് ഇടിഞ്ഞു വീണു.
ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി. മഴയുടെ തീവ്രത മൂലം ജില്ലാ ദുരന്ത നിവാരണ സമിതി പാറ ഖനനം, മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളിലാണ് അയൽവാസി നിയമം ലംഘിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തതെന്നും വീട്ടുകാർ പറഞ്ഞു. വീട്ടുടമ ജെസി ജോലിക്കായി വിദേശത്താണ്. കഴിഞ്ഞ മാസം നാട്ടിൽ വന്ന് തിരികെ പോയ ശേഷമാണ് അയൽവാസി വില്ലേജിൽ നിന്നുള്ള അനുമതി പോലുമില്ലാതെ ഇവരുടെ വീടിനോട് ചേർന്ന് മണ്ണിടിച്ചു നീക്കിയത്. 2018 കാലവർഷത്തിൽ പോലും യാതൊരു ബലക്ഷയവുമില്ലാതെ നിലനിന്ന സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വീട് നിലംപതിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 13-ാം വാർഡിൽ വെങ്ങൂരാൻ ബേബി വർക്കിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ പഴയരിക്കണ്ടം തട്ടേക്കല്ല് വേങ്ങൂരാൻ ബേബിയുടെ വീട് അപകടാവസ്ഥയിലായത്. വീടിന്റെ മുറ്റം ഇടിഞ്ഞു വീണതാണ് അപകട ഭീഷണിക്ക് കാരണം. സംഭവത്തെ തുടർന്ന് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വീട്ടിൽ നിന്നും 6 അംഗ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുവാൻ നടപടി സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ പറഞ്ഞു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തില് പഴയരിക്കണ്ടം വാർഡില് 13-ാം വാർഡില് വേങ്ങൂരാൻ ബേബി വർക്കി വേങ്ങൂരാന്റെ വീടിന് വൻ ഭീഷണിയായിട്ട് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കുഞ്ഞ് കുട്ടികളടക്കം ഉള്ള ആളുകൾ താമസിക്കുന്ന വീടാണ്. അവർക്ക് ഒരു കാരണവശാലും ഈ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അതേപോലെയുള്ള ഒരു അപകട ഭീഷണിയിലാണ് ഇന്ന് ഈ വീട് നിലനിൽക്കുന്നത്. ഇതിന് അടിയന്തരമായി വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും അതുപോലെ തന്നെ വില്ലേജിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു നാശം സംഭവിക്കുമ്പോൾ ഇതുവരെ മുൻകാലങ്ങളിലൊന്നും ഉള്ള ഒരു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ഒട്ടനവധി കുടുംബങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട അടിയന്തര സഹായം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും പഞ്ചായത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായും ചെയ്ത് നൽകുന്നതുമായിരുന്നു. അടിയന്തരമായി വീടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കനത്ത മഴയിൽ അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിലായി. ജലജ എന്ന വീട്ടമ്മ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ്. 2 വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ളത്. 2 വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ജലജ എന്ന 60-കാരി തനിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ പരിക്കുകൾ ഇല്ലാതെ ജലജ രക്ഷപ്പെട്ടു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ പിറകുഭാഗം തകർന്നു. തനിച്ചു താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി. രാത്രിയിൽ ഭീകരമായ ശബ്ദത്തോടുകൂടി മണ്ണും കല്ലും എല്ലാം ഉരുണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ കിടന്നില്ലായിരുന്നു. ഇപ്പോൾ രാത്രിയുടെ അവസ്ഥയിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിർവാഹമില്ലാതെ ഞാൻ ഭയപ്പെട്ട് വീടിനുള്ളിലിരുന്നപ്പോൾ അടുത്തുള്ള വീട്ടുകാർ ഒന്ന് വിളിച്ചു, എല്ലാം ഉരുളുപൊട്ടി പോരുവാണെന്ന്. ഭയങ്കരമായ കല്ലൊക്കെ വന്നതിന് ഉള്ളിലേക്ക് വന്നു. വീടെല്ലാം നഷ്ടപ്പെട്ടു. വീടെല്ലാം സാധന സാമഗ്രികളെല്ലാം എൻ്റെ അടിയിലായി. എൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോകാൻ ഒരിടമില്ല. ഈ ഒട്ടേറെ രൂപ മുടക്കി പ്രയാസങ്ങൾ നേരിട്ടാണ് 9 മാസമായിട്ട് വീട് അന്വേഷിച്ച് കളക്ടറേറ്റിലും വില്ലേജിലും ഒക്കെ വന്നിട്ടും ആരും പരിഗണിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഈ വാടക വീട്ടിൽ കിടക്കാമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സർക്കാർ വീട് തരുന്നിടം വരെ കഴിയാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഇന്നലെ ചാനലിൽ കൂടി സംസാരിച്ചിട്ട് അതിൻ്റെ പൂർണ്ണമായ ഗൗരവത്തിൽ ആരും അത് പ്രവർത്തിച്ചിട്ടില്ല. അതാണല്ലോ ഇന്ന് ഈ രാത്രിയിൽ മരണപ്പെടുന്ന ഒരവസ്ഥ വന്നിട്ട് പോലും ആരിൽ നിന്നൊരു ദൈവം കിട്ടാത്തത്. ജലജ താമസിച്ചു വരുന്ന വീടിന്റെ പിറകുഭാഗത്തുള്ള വീടും അപകടാവസ്ഥയിലാണ്. ഈ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു പോന്നിട്ടുള്ളത്. കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിയുമോ എന്ന ആശങ്ക സമീപവാസികളായ ആളുകൾക്കുണ്ട്. തനിച്ച് താമസിച്ചു വരുന്ന ജലജയുടെ അടച്ചുറപ്പുള്ള ഒരു വീടിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വാടക വീട് കൂടി മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായി ജലജ കൂടുതൽ ദുരിതത്തിൽ ആയിട്ടുള്ളത്. കട്ടപ്പന വള്ളക്കടവിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വാഗമരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി. മരം അപകട ഭീഷണി ഉയർത്തുന്ന വിവരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർ മുൻപാകെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റിയത്.
കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന വാഗമരമാണ് കാലപ്പഴക്കം മൂലം അപകട ഭീഷണി ഉയർത്തി നിന്നത്. മരത്തിന്റെ ചുവടുകളെല്ലാം തെരുവ് ചെയ്ത നിമിഷവും ഇത് നിലം പതിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. വിഷയം സംബന്ധിച്ച് നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും നഗരസഭ അധികൃതർ മുമ്പാകെ പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ദേശീയപാതയോരത്തായതിനാൽ ഈ മരം മുറിക്കേണ്ടത് ദേശീയപാത അധികൃതരാണെന്ന വാദമാണ് നഗരസഭ ഉയർത്തി മുന്നോട്ട് പോയത്. നടപടി ഉണ്ടാകാതായതോടെയാണ് CPIM ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയത്. നിരവധി സ്കൂൾ കുട്ടികളടക്കം ബസ് കാത്തു നിൽക്കുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ളതും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതുമായ റോഡിനു സമീപത്താണ് മരം നിലകൊണ്ടിരുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വാർഡുകളുടെ സംഗമ കേന്ദ്രമായിട്ടുള്ള വള്ളക്കടവ് ജംഗ്ഷനിൽ ഏതാണ്ട് 40-ലധികം വർഷമായി നിന്നിരുന്ന വാഗമരം കാലപ്പഴക്കം മൂലം അതിൻ്റെ വേരുഭാഗം പൂർണ്ണമായും ദ്രവിച്ച് അപകടാവസ്ഥയിലായിരുന്നു. ഇത് സംബന്ധിച്ച് നാട്ടുകാർ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 100-ലധികം ആളുകൾ ഒപ്പിട്ട് പരാതി നൽകിയെങ്കിലും അത് NH-ന്റെ അധീനതയിലുള്ളതാണ്, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സമീപനമാണ് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചത്. എന്നാൽ NH അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ വള്ളക്കടവ് പ്രദേശത്തെ പൊതുജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കട്ടപ്പന CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മരത്തിന് മുറിച്ചു മാറ്റി ഇവിടുത്തെ അപകടാവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായാൽ ഈ മരം ഏതു നിമിഷം നിലം പതിക്കാവുന്ന സ്ഥിതിയിലായിരുന്നു. ഈ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചത്. മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ പ്രാപ്തരായി തീരണമെന്ന ഇടുക്കി ADM ഷൈജു P. ജേക്കബ് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ഓഡിറ്റോറിയത്തിൽ ദീപിക സീക്ക് അക്കാദമി എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപിക സീഗ് അക്കാദമിക് എക്സലൻസ് അവാർഡ് ആദരം 2025 എന്ന പേരിലാണ് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ADM ഷൈജു P. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഓരോ നിമിഷവും ചിന്തിക്കുക, ഞാൻ ഈ പഠിക്കുന്നത് കൊണ്ട് എൻ്റെ സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഹേർട്ട്ഫുള്ളായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും. എൻ്റെ മുമ്പിൽ ഓരോ ഓഫീസിൽ എൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എന്തെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഫയലിൽ മാത്രമല്ല, ആ സ്ഥലത്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അദ്ദേഹത്തെ എങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് തരും. അത് തന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, ഇനി ഹയർ സ്റ്റഡീസിന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഹൃദയപൂർവ്വം ആ പഠനത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശരാകരുത്. ആ വിഷയങ്ങളൊക്കെ മറ്റുള്ളവർ നിങ്ങളെ ഹരാസ് ചെയ്തിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ അപമാനിച്ചിരിക്കാം, ഇതൊന്നും നിങ്ങളുടെ വിഷയങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ അത് ഫോൾട്ടായിട്ട് അത് കണ്ട് അതിൽ നിന്നൊക്കെ മാറി റൈറ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഉന്നത സ്ഥാനം കൈവരിക്കാനായിട്ട് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ, സയൻസ് വിഷയങ്ങളിൽ 80% മുകളിൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ, SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകൾ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഹൈറേഞ്ച് മേഖലയിലെ സ്കൂളുകളിൽ നിന്നുള്ള 800ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. സീക്ക് ലിമിറ്റഡ് കരിയർ കൺസൾട്ടന്റ് ബിനു ജോസഫ് ക്ലാസ് എടുത്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ ജോസ് മംഗലത്തിൽ, DFC ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ, DFC ഇടുക്കി രൂപത പ്രസിഡന്റ് VT തോമസ്, ദീപിക AGM മാത്യു കൊല്ലമലക്കരോട്ട്, ദീപിക ഇടുക്കി റീജിയണൽ ബിസിനസ് മാനേജർ റോബിൻ K. സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. വനം വകുപ്പിന്റെ വിത്തൂട്ട് പദ്ധതിക്ക് അഴുതാർ റേഞ്ചിലും തുടക്കമായി. അഴുതാർ റേഞ്ചിൽപ്പെട്ട വണ്ടിപ്പെരിയാർ, സത്രം, പുല്ലുമേട് എന്നിവിടങ്ങളിലാണ് വിത്തൂട്ട് പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ D. ബെന്നി നിർവഹിച്ചു. അഴുതാർ റേഞ്ചിലെ സത്രം സെക്ഷനിലെ പുല്ലുമേട്ടിലാണ് വിത്തൂട്ട് പദ്ധതി നടന്നത്. അഴുതാർ റേഞ്ചിലെ സത്രം, സിലോൺ മൗണ്ട് എന്നീ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കമായത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സസ്യഭുക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനു വേണ്ടി പുല്ലുവർഗ്ഗങ്ങളും മറ്റും വ്യാപകമായി നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് പദ്ധതി. വനം വകുപ്പ് വനത്തിനുള്ളിലെ മിക്ക സ്ഥലങ്ങളിലും പദ്ധതി ഒരുക്കുന്നുണ്ട്. മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിലുള്ളത്. പുല്ലുമേട്ടിൽ നടന്നതിനായി ഏകദേശം 700ഓളം വിത്തുണ്ടകളാണ് വനംവകുപ്പ് സജ്ജമാക്കിയിട്ടുള്ളത്. സത്രം സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി അഴുതാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ D. ബെന്നി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം
അതിപ്പം വനം വകുപ്പ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിത്തുണ്ടകൾ വനത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള വിത്തുകൾ ശേഖരിച്ച് തിരിച്ച് അതിനെ വിവിധ തരങ്ങളിലാക്കി വനത്തിലുള്ള എറിയുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് അഴുത റേഞ്ചിൻ്റെ കീഴിലുള്ള സത്രം സെക്ഷനിലും പുല്ലുമേടുമൊക്കെ അത് ആരംഭിക്കുകയാണ്. PTCF എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുരിശുമൂട് മുഖ്യപ്രഭാഷണം നടത്തി. വനംവകുപ്പ് ജീവനക്കാരായ P. പ്രശാന്ത്, MG മിഥുൻ, ജോസഫ് ജോർജ്, ലിബിൻ ബേബി, EDC ചെയർമാൻമാരായ പഞ്ചവർണം, അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കിയുടെ പാതുവ എന്നറിയപ്പെടുന്ന കട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് പോൾസ് ആശ്രമത്തിൽ നടന്നു വന്നിരുന്ന അത്ഭുത പ്രവർത്തകനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷത്തിന് സമാപനമായി. ജൂൺ 3-ാം തീയതിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. നിരവധി വിശ്വാസികളാണ് തിരുനാൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഇടുക്കിയുടെ പാതുവ എന്നറിയപ്പെടുന്ന കട്ടപ്പന വെട്ടിക്കുഴിക്കവല സെന്റ് പോൾ ആശ്രമ ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിയോസിന്റെ തിരുനാൾ ആഘോഷവും നൊവേനയും ജൂൺ മാസം 3-ാം തീയതിയിലാണ് തുടക്കമായത്. രാവിലെ ആരാധന, വിശുദ്ധ കുർബാന, നൊവേന, തിരുശേഷിപ്പ, വണക്കം, നേർച്ച വിതരണം, ആരാധന, ജപമാല തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു. ഫാദർ മാത്യു ചെറുപറമ്പിൽ, ഫാദർ സോനു മേലെടുത്ത തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകി. നാവിന്റെ വിശുദ്ധി പാലിക്കാൻ, ദൈവത്തെ പ്രഘോഷിക്കാൻ, ദൈവത്തിന് സ്തുതി പാടാൻ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ അന്തോണീസിന്റെ ഈ അഴുകാത്ത നാവ്. എന്തേ വിശുദ്ധ അന്തോണീസിന്റെ നാവ് അഴുകാതിരുന്നു? ദൈവത്തിന് സ്തുതി പാടി, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ ഏത് സാഹചര്യവും ഉപയോഗിച്ച് നന്മ നിറഞ്ഞ നാവിന് ഉടമയായത് കൊണ്ടാവണം വിശുദ്ധ അന്തോണീസിന്റെ നാവ് അഴുകാതെ ഇന്നും സൂക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് ലത്തീൻ, പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയും നടന്നു. വൈകിട്ട് 3:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സേനറ്റ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 5:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വിനയ് തേക്കിനാത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു. 7 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രതീഷ് കാരിക്കുന്നൽ കാർമ്മികനായിരുന്നു. പെരുന്നാൾ ആഘോഷത്തിന്റെ വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ വെച്ചാണ് പെരുന്നാൾ കർമ്മങ്ങൾ നടന്നത്. സമാപന ദിവസം നിരവധി വിശ്വാസികളാണ് തിരുനാൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തോട്ടം മേഖലയിലെ കുട്ടികളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയുള്ള സെലക്ഷൻ ട്രയൽ വണ്ടിപ്പെരിയാറിൽ നടന്നു. വണ്ടിപ്പെരിയാർ KMG ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തോട്ടം മേഖലയിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി ഇവർക്കായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിശീലനം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയും വിവിധ അധ്യാപകരുടെയും സഹായത്തോടെ 6-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൽകാനാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. പദ്ധതി ജൂൺ 23-ന് ആരംഭിക്കും. K. സേതുരാമൻ IPS പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യ അതിഥിയായി ഓൺലൈനിൽ പരിപാടിയിൽ പങ്കെടുക്കും. സെലക്ഷൻ ട്രയലിലൂടെ 50 കുട്ടികളെ കണ്ടെത്തിയാണ് പരിശീലനം നൽകുകയെന്ന് ട്രസ്റ്റ് ചെയർമാൻ S. ഗണേശൻ പറഞ്ഞു. തോട്ടം മേഖലയിലെ കുട്ടികൾക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഒരു സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ്. 6-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് തുടക്കം മുതൽ ഒരു ബേസിക് ക്ലാസുകൾ നൽകിക്കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ എന്ന കടമ്പ കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിലേക്ക് വേണ്ടി ഒരു സെലക്ഷൻ ട്രയലാണ് ഇന്ന് നടന്നത്. 75ഓളം കുട്ടികൾ പങ്കെടുത്തു. അതിൽ നിന്നും മിടുക്കരായ 50 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ 23-ാം തീയതി അന്താരാഷ്ട്ര സിവിൽ സർവീസ് ദിനമാണ്. അന്നേ ദിവസം വൈകുന്നേരം 8 മണിക്ക് ഓൺലൈനായി ഈ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ബഹുമാനീയനായ നമ്മുടെ നാട്ടുകാരനായ സേതുരാമൻ IPS അവർ നിർവഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഇപ്പോൾ നിലവിലെ തൃശൂർ ജില്ലാ കളക്ടറായ ബഹുമാനപ്പെട്ട നമ്മുടെ അർജുൻ പാണ്ഡ്യൻ IAS അവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൂടെ നൽകും. പരിപാടിയിലൂടെ തോട്ടം മേഖലയിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രത്തിന്റെ
2023-25 ബാച്ചിന്റെ മിന്നാമിന്നിക്കൂട്ടം എന്ന പേരിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, ഇടുക്കി ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രം 2023-25 ബാച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് മിന്നാമിന്നിക്കൂട്ടം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്ത് ഈശ്വര പ്രാർത്ഥന പാടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എത്ര കഴിവുള്ള നിങ്ങളൊക്കെ വീട്ടിലിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ പഠന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഒരവസരം ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ ഇതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ, പഠനം മാത്രമല്ല നമ്മുടെ കഴിവുകളെ കൂടി വളർത്തിക്കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കഴിവും തന്നിലാകണം. അപ്പോൾ ആരും അറിയാൻ പോകുന്നൊന്നുമില്ല നമ്മൾ എന്നാ +2 എഴുതിയെന്നോ അല്ലെ SSLC എഴുതിയെന്നൊന്നും ആരും അറിയാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ചോദിക്കുമ്പോൾ അല്ലെ നമ്മളോട് മറ്റൊരാൾ ചെയ്യും എന്തോ ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു അഭിമാനമായി ഞാൻ +2 വിദ്യാർത്ഥിനിയാണ് അല്ലേ, +2 വരെ പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ SSLC പാസ്സായ ഒരാളാണ് എന്ന് പറയാൻ കൂടി. ഇപ്പൊ ഞാൻ ചോദിച്ചു ഡിഗ്രി പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞു മടിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കണം, പഠിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രയും നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബമോൾ രാജൻ, പ്രിയ പ്രതീഷ, ആഷിഖ് ശങ്കര, മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർഡ് കൗൺസിലർ ധന്യാനിൽ സമ്മാന വിതരണവും നടത്തി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഉപ്പതറ കണ്ണമ്പടിയിൽ നീറ്റ് പരീക്ഷയിൽ 2441 റാങ്ക് നേടി കിഴുകാനം സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ PK ലിയോ. കണ്ണമ്പടി ആദിവാസി കുടിയിൽ നിന്നും ഡോക്ടറാകാൻ ഒരുങ്ങുന്ന ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥിയാണ് ലിയോ. +2 പഠനത്തിന് ശേഷമാണ് കണ്ണമ്പടി സ്വദേശിയായ ലിയോ തന്റെ മാതാപിതാക്കളുടെ ഡോക്ടറാകുക എന്ന സ്വപ്നത്തിനു വേണ്ടി പരിശ്രമം ആരംഭിച്ചത്. മെയ് 4 തീയതി മൂന്നാറിൽ വെച്ച് നടന്ന നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ യോഗ്യത നേടിയ 15,000 വിദ്യാർത്ഥികളിൽ നിന്നും 2441 റാങ്കാണ് ലിയോയ്ക്ക് ലഭിച്ചത്. പുത്തൻപുരയ്ക്കൽ കുമാരൻ്റെയും സിജുമോളുടെയും മൂന്നാമത്തെ മകനാണ് ലിയോ. മൂത്ത സഹോദരൻ ഫ്രെഡി CA വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ സഹോദരൻ ടൈറ്റസ് ചരിത്ര വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമാണ്. 7 മാസം മുമ്പാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോച്ചിങ് ആരംഭിച്ചത്. ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് മികച്ച സേവനം ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ലിയോ പറയുന്നു. 416 എന്ന നല്ലൊരു സ്കോർ കരസ്ഥമാക്കാനും ഓൾ ഇന്ത്യ കാറ്റഗറി റാങ്ക് 2441 കരസ്ഥമാക്കാനും സാധിച്ചു. വളരെ നല്ലൊരു സ്കോറാണ് അറിഞ്ഞത് വെച്ചിട്ട് സഹപാഠികളൊക്കെയും വിളിക്കാനും അധ്യാപകരൊക്കെയും വിളിക്കാനൊക്കെ അവരൊക്കെ എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു. വളരെ സന്തോഷമുണ്ട് ഇത്ര നല്ലൊരു സ്കോറിൽ എത്തിച്ചേരാൻ സഹായിച്ചതിന്. എൻ്റെ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ബ്രില്യൻ ഫാമിലിയോടും എൻ്റെ പഠനത്തിൽ സഹായിച്ച എല്ലാവരോടും നന്ദി പറയാനുണ്ട്. പിന്നെ ഞാൻ ITDPയുടെ ഒരു സ്കീം വഴിയാണ് ബ്രില്യനിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഇടയായത്. അവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, പ്രൊമോട്ടറോടും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആകെ 3 ഡോക്ടേഴ്സൊക്കെ ഇതുവരെ കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഞാനാണ്. 2 പേരും ലേഡീസാണ്. അവരൊക്കെ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം സ്വന്തം ജനത്തിന് വേണ്ടി സർവീസ് ചെയ്യുക എന്നാണ് എൻ്റെ ലക്ഷ്യം. കണ്ണമ്പടി മേഖലയിൽ നിന്ന് 2 പെൺകുട്ടികൾ മെഡിക്കൽ ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ആദിവാസി കുടിയിൽ നിന്നും ഡോക്ടറിനൊരുങ്ങുന്ന ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥിയാണ് ലിയോ. പിതാവ് കൃഷിക്കാരനും സുവിശേഷ പ്രവർത്തകനുമാണ്. ആദിവാസി പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നതിനും തങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ മക്കളിലൂടെ നിറവേറ്റുക എന്നതുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് കുമാരൻ പറയുന്നു. സന്തോഷമുണ്ട്. ഞങ്ങളുടെ മോൻ്റെ വിജയത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരുന്നത്. എന്തായാലും അവന് കിട്ടിയ അവസരം അവന് പ്രയോജനപ്പെടുത്തി. പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നല്ല സ്കോറിലെത്താനായിട്ട് സാധിച്ചു. ഇനി അടുത്തതായിട്ട് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അവൻ്റെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു, ഒരു പ്രോജക്റ്റും കൂടെയാണ്. അപ്പം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട്. അത് മോനിലൂടെ കംപ്ലീറ്റ് ചെയ്യാം, അതാണ് അവന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ചും ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ പോയി തുല്യമായിരിക്കുന്ന സേവനം അനുഷ്ഠിക്കുക, അവരെ സഹായിക്കുക എന്നതാണ് അവനിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാട്ടുത്താവളം സെൻറ് സബാൻ സ്കൂൾ, മേരികുളം മരീൻ സ്കൂൾ, ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിലായിരുന്നു പഠനം. പട്ടികവർഗ വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ എറണാകുളത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് നീറ്റ് പരിശീലനം നടത്തിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കാലേല വിവരം. ആകലോട്ട് 60, വിൽപ്പനയ്ക്ക് വന്നത് 11,630, വിൽപ്പന നടന്നത് 10,105. കൂടിയ വില 2,846, ശരാശരി വില 2,315. കട്ടപ്പന കമ്പോളം. കുരുമുളക് 645, ഏലം കൂടിയ വില 2,300, ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണഗ്രാമിന് 9,200 രൂപ, വെള്ളിഗ്രാമിന് 120 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാൽ 301 ഭൂവിഷയങ്ങളും ഗോത്ര ജനത നേരിടുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തി. പട്ടയം റോഡ്, കുടിവെള്ളം, കരമടയ്ക്കുന്നതിനുള്ള പ്രതിസന്ധി, വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കളക്ടർ. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കാട്ടാന ആക്രമണം മൂലമെന്ന് സീതയുടെ മകൻ ഷാജിമോൻ. വ്യാജ റിപ്പോർട്ട് പുറത്തുവിട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം. അണക്കര ചെല്ലാർ കോവിലിന് സമീപം നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അണക്കര സ്വദേശികളായ അലൻ കെ ഷിബു, ഷാനറ്റ് ഷൈജു എന്നിവരാണ് മരിച്ചത്. വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഹരിയാന സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറും പാമ്പനാറിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്തു മാറ്റിയതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. കൊന്നത്തടി 16-ാം കണ്ടം വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.